ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നു, എല്ലാവരും ഒരു മനസ്സോട് സഹായിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും സഹായിക്കുന്നു. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസൊക്കെ ഓഫാവും. ഈ പ്രശ്നം കൊണ്ട്, ഈ നാച്ചുറൽ ഡിസാസ്റ്റർ കൊണ്ട് ജീവിതം മുഴുവൻ കഷ്ടപ്പെടാൻ പോകുന്ന വ്യക്തികളുണ്ട്. അവരെ മറക്കരുത്. ചില പേരെന്നെ പാണ്ടി എന്നൊക്കെ പറയും. നിങ്ങൾ അവസാനം വരെ, എൻ്റെ അവസാനം വരെ ഈ വരുത്തൻ, ഈ പാണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഹെൽപ്പ് ചെയ്തിട്ട് പോലും ഇതിനിടയ്ക്ക് വന്ന് കമന്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ. കറക്റ്റാக சொல்கிறேன், செருப்படுத்தல் നീ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ഞാനേ ചിന്തിച്ചിട്ടുണ്ട്, പണ്ടൊക്കെ ഈ ജീപ്പ് പോലീസ് എല്ലാം പിടിക്കും, ഈ റീമോഡൽ ചെയ്ത ജീപ്പ്, അന്ത ജീപ്പ് ഇന്ത ജീപ്പ് പറഞ്ഞിട്ട് ഇവരൊക്കെ വണ്ടി പ്രാന്തമാരാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം, ഇപ്പോൾ ജീപ്പാണ് ആവശ്യം. ആ വെള്ളത്തിൽ പോകാൻ ഇപ്പോൾ എനിക്കിരിക്കുന്ന ലെക്സസോ ജാഗ്വാറോ പോകത്തില്ല, ജീപ്പാണ് ആവശ്യം. അവന്മാരെല്ലാവരും ഇറങ്ങി. ഇവന്മാർ എന്ത് തോന്നിയ കാണിക്കുന്നു, ഇതെല്ലാം റീമോഡൽ ചെയ്തിട്ട് റോട്ടിൽ വന്ന് ശല്യം ചെയ്യുന്നു, ഷോ കാണിക്കുന്നു. ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അവരുടെ നല്ല മനസ്സ് പുറത്തു വന്നിട്ട് എല്ലാവരും ഒരു കൂട്ടത്തിൽ നല്ല രീതിയിൽ വളർന്നു പോകുന്നു. ഞാൻ നിന്നെ ചവിട്ടി ഞാൻ മാത്രം നല്ല ബിരിയാണി വീട്ടിൽ സാപ്പിട്றேன், നീ ചപ്പാത്തി സാപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. 100 രൂപ കൊടുത്താൽ പോലും പരിചയപ്പെട്ട് നേരിട്ട് കാണുവാണെങ്കിൽ അവർക്ക് കൈ കൊടുക്കണം, കട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാശ് കൊടുത്താലും നല്ല മനസ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. നിനക്ക് ശരീരത്തിൽ വേദന വരുമ്പോൾ, കയ്യിൽ കാശില്ലാതിരിക്കുമ്പോൾ, നിൻ്റെ അച്ഛനോ അമ്മയോ വേദന ഇരുന്നിട്ട് നിനക്ക് ജോലി പോകുമ്പോൾ അപ്പം മനസ്സിലാവും. ലോകത്തോട് ഉറക്കെ നിൻ്റെ സങ്കടങ്ങൾ തുറന്നു പറയും. എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തി, ദൈവത്തെ വിളിക്കാതെ ദൈവം ഉണ്ടാവില്ല. എൻ്റെ സെലിബ്രിറ്റി സ്റ്റേറ്റസ് വിറ്റാലും ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. പണ്ട് കൊറോണ സമയത്ത് ഞാൻ ടൊവിയെ വിളിച്ചു, എടാ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യടാ. ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം, നീ ഒന്നും വേണ്ട, നീ വന്ന് നിന്നാൽ മതി. അങ്ങനെ ടൊവിനോ വന്നു, നവ്യ നായർ വന്നു, മമത മോഹൻദാസ് വന്നു. അവർ വന്നു, ചെയ്തു, ആ പേഷ്യൻറ്റിക്ക് ഒരു കാശ് കൊടുത്തു. പിന്നെ അവരുടെ ലൈഫ് മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. இப்போ இது மாதிரி லாலேட்டன் போல் ஒரு ஆள் போய் ஆர்ம்டு ஃபோர்ஸஸுக்கு வந்து அங்கே போய் நின்று அவனுக்கு ஒரு பூஸ்ட் கிடைக்கும். ஓகே உறங்கண்டா, இனி ஒரு ദിവസം கூட அவன் உறங்காத ஒரு ദിവസം கூட ஒர்க் ചെയ്താൽ ഇപ്പോൾ കണ്ടല്ലേ എത്ര പേര് മണ്ണിൻ്റെ താഴെ 4 ദിവസം കഴിഞ്ഞ് ഒരുത്തൻ ജീവനോട് വന്നിട്ട്. സാധാരണക്കാരനെ എടുത്തു, നമ്മുടെ ലാലേട്ടനെ ഇറങ്ങി വന്നു, ഡൽഹിയിലേന്ന് വന്നില്ല, മഴ നിറഞ്ഞിട്ട് കുറച്ച് പേര് വന്നില്ല. നമ്മുടെ സ്വന്തം ലാലേട്ടൻ വന്നെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് എന്തോ ഒരു ഏതായത് ആഡിയോ ഫംഗ്ഷനിൽ ഒരു നടി ദേഷ്യപ്പെട്ടാൽ ഭയങ്കര എല്ലാ ഡ്രസ്സ് എന്തെങ്കിലും വെച്ച് കമൻറ്റ് അടിച്ചാൽ അതുക്ക് ഭയങ്കര ഹൈപ്പായിരിക്കും. മഴ വരപ്പോത് ഓടിപ്പോകട്ടാന്ന് சொன்னால் அதுக்கு ഹൈപ്പ് இருக்காது. സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് എടുക്കണം. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം ബാലച്ചേട്ടനാണ്. ബാലച്ചേട്ടാ, സ്വാഗതം. നമസ്കാരം. ഒരുപാട് വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ത്രൂ അറിയുന്നുണ്ട്, ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്താണ് ഏറ്റവും പുതിയ വിശേഷം? നല്ല വിശേഷം, നല്ല രീതിയിൽ പോകുന്നു. നിങ്ങൾ പറയും, നിങ്ങളെല്ലാം ചോദിക്കാൻ. അതെ അതെ, ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ എപ്പോഴും കാണുന്നുണ്ട് ചേട്ടന് ഒരുപാട് ആളുകളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതും അത് തന്നെയായിരിക്കും ഈയിടെയായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നതൊക്കെ. അപ്പം ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾക്കൊരു എൻ്റെ മനസ്സിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് കണ്ട് എന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷമാണെങ്കിൽ അത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ബി വിത്ത് ദ നേച്ചർ എന്നൊരു വീഡിയോ അത് ഞാൻ കണ്ടിരുന്നു. ഐ ഗോ ടു വില്ലേജസ്. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടാവും. ഞാൻ ആ വില്ലേജസൊക്കെ ഞാൻ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ കണ്ട ഒരു പോസിറ്റീവ് തിങ്, എല്ലാ വീട്ടിലും 80 വയസ്സിൻ്റെ മേലുള്ള ആളുകളുണ്ട്. സോ അവരുടെ ലൈഫ് സ്പാൻ വന്ന് കൂടുതൽ. അവിടുത്തെ വെള്ളം ഭയങ്കര പ്യൂറാണ്, പൊല്യൂഷൻ ഇല്ല. ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ കോഴി ചിക്കൻ കഴിക്കണമെങ്കിൽ കടയിൽ പോയി നമ്മൾ ബ്രോയിലർ കോഴി, അവിടെ വീട്ടിൽ തന്നെ അവർ വളർത്തുക. സോ എവറിത്തിങ് ഇസ് ദയർ ഇൻസൈഡ് ദ കോമ്പൗണ്ട്. സോ അവിടെയൊക്കെ പോയി കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഐ ലിവ് വിത്ത് ദം. ഒരു വീക്കെൻഡ്സിലും പോകണം, ഐ ലിവ് വിത്ത് ദം. എവിടെയായിരുന്നു കേട്ടത്? അതൊന്നും പറയത്തില്ല, അതെൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. അതേപോലെ ഇപ്പോൾ ആളുകളെ ഞാൻ സഹായിക്കുന്നതും അതിലെനിക്കൊരു സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഐ വിൽ ടെൽ യു, ഇപ്പം എന്താ ജാങ്കോ സ്പേസിൽ ഇന്ന ഇൻ്റർവ്യൂവിലെങ്കിലും കുറച്ച് ക്ലാരിറ്റി കൊടുക്കാം. അടുത്ത് വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ക്ലാരിറ്റി തരാം. ഇപ്പം അടുത്ത് തന്നെ ഒരു ചെറിയ ഒരു സഹായം ചെയ്തിരുന്നു. അത് എൻ്റെ ഫേസ്ബുക്കിലിട്ട് യൂഷ്വലി എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് നല്ല കാര്യം ചേട്ടാ, ഈ കൈ കൊടുക്കുന്നത് ഈ കൈക്ക്
അറിയാൻ പാടില്ല. വളരെ എളുപ്പം അത് പറയാനായിട്ട്. ഇവിടെ എന്തുകൊണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഒരു നല്ല കാര്യത്തോട്, ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യത്തോട് കൂടെ പറഞ്ഞിട്ട് ചില പേരുടെ വായടയ്ക്കാൻ തീരുമാനിച്ചു. ഭംഗിയായിട്ട് ചെയ്യാം. അതെന്താണ് ആ സന്തോഷകരമായ കാര്യം? ഇപ്പം നമ്മുടെ ഒരു ചെറിയ ഉദാഹരണം പറയാം. എന്നെ ഒരു സ്ത്രീ വിളിക്കുകയാണ്, പ്രഭ എന്ന് പറഞ്ഞിട്ട്, കിഡ്നി പേഷ്യൻ്റാണ് പറഞ്ഞിട്ടാണ്, ഹസ്ബൻഡിന് വേണ്ടിയാണ് വിളിക്കുന്നത്. വീട്ടിൽ വരുന്നു, ഞാൻ കാണുന്നു, പിന്നീടാണ് അറിയുന്നത് അവർ ക്യാൻസർ പേഷ്യൻ്റ്. സോ ഹസ്ബൻഡ് 4th ഡിഗ്രി കിഡ്നി പ്രോബ്ലം ഉണ്ട്, അവർക്ക് ക്യാൻസർ, വീട്ടിൽ വേറെ ആരുമില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു കുടുംബമേ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ചെയ്യാൻ പറ്റുന്ന കാശെടുത്ത് ഞാൻ തരുന്നു. എന്നിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പറയുന്നു, ആദ്യമേ എൻ്റെ ടൈറ്റിലേ ഇതാണ്, ബിഫോർ യു ജഡ്ജ് മീ, കമൻ്റ് അടിക്കുന്ന മുമ്പ് പറ്റുവാണെങ്കിൽ ഒരു സഹായിക്കുന്നു പറയും. ആ ഒരു കമൻറ്റ് സെക്ഷൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും, ഇത് പറഞ്ഞത് കൊണ്ട് ഒരുത്തൻ എന്നെ തെരുവിളിക്കുകയാണ്. ഷൗട്ടിങ് ഫോർ ഹെൽപ്പിംഗ് എ ക്യാൻസർ പേഷ്യൻറ്റ്. ഒരു ക്യാൻസർ പേഷ്യൻറ്റ്, വയ്യാതിരിക്കുന്ന ഒരു സ്ത്രീക്കും വയ്യാതിരിക്കുന്ന ഒരു ചേട്ടനുക്കും ഞാൻ സഹായിക്കുന്നത് അയാൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. 100 രൂപ തരുന്ന പാണ്ടി. അപ്പോൾ ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു, നിങ്ങളുടെ പൊന്നാന വാക്കുകൾക്ക് നന്ദി, ഗോൾഡൻ വേർഡ്സിക്ക് നന്ദി, ഈ പാണ്ടി പറയുന്നു, ഇനി ഒരു 100 രൂപ ഇട്ടിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫാൻസ് എല്ലാവരും കയറി പറയുന്നു, ഒരു 100 രൂപ ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് അയക്കുന്നു, അതിന് മാത്രം ഉത്തരവില്ല. സോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാല എന്തിനാണ് ഇത് ഇടുന്നതെന്ന് വെച്ചാൽ, എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, ഏതോ ഒരു ഫാൻ, ഇപ്പോൾ ഈ വീഡിയോ എൻ്റെ അമ്മ കാണുന്നുണ്ട്, ഓക്കെ, എൻ്റെ അമ്മ കണ്ടിട്ട് പാവണ്ട കണ്ണ, ഇമ്മീഡിയറ്റ് 10,000 എൻ്റെ അമ്മ ഇടുന്നുണ്ട്. ഞാൻ കാശ് പറയാൻ പാടില്ല, എന്നാലും പറയുന്നു 10,000. എൻ്റെ ചിറ്റപ്പൻ കാണുന്നു, ചിറ്റപ്പൻ്റെ മകൾ കാണുന്നുണ്ട്, ഈ അയൽവാസികളൊക്കെ കാണുന്നുണ്ട്. അവർക്ക് പറ്റുന്ന രീതിയിൽ അവരവർ സഹായിക്കുന്നുണ്ട്. ബട്ട് ഒരു അത്ഭുതം നടന്നു, ഏതോ ഒരു ഫാൻ, ഞാൻ ഈ ജാങ്കോ സ്പേസിലിരുന്ന് ഞാൻ ഒരു നന്ദി പറയുന്നു ആ ഫാൻക്ക്, 25,000 രൂപ ഒറ്റടിക്ക് തന്നു. അത് കഴിഞ്ഞ് ഇന്നൊരു ഫാൻ 20,000 തരുന്നു. പക്ഷേ ഈ കാശൊക്കെ വെച്ചിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ തീരുമെന്ന് വെച്ചാൽ തീരത്തില്ല. ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കാരണം അദ്ദേഹത്തിന് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യമുണ്ട്, ലക്ഷങ്ങൾ ആവശ്യമുണ്ട്. വൈഫിനും അത്രയും ഇപ്പോൾ ആക്റ്റീവ് അല്ല, ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ മുമ്പ് വരണം. ഇപ്പോൾ ഇത്രയും നന്മ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ വിളിക്കുക, ഒരു ഭയങ്കര തിരക്കുള്ള ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറെ ഞാൻ ഫോണിൽ വിളിച്ചാൽ പോലും എന്നെ കിട്ടത്തില്ല. ഈ വീഡിയോ കണ്ടു, ഡയാലിസിസിന് വേണ്ടി ബാല, ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതൽ കാശ് ഇല്ല, കുറച്ച് കൺസെഷൻ താ. ബാല എന്തിനാ എല്ലാം എടുത്ത് ചെയ്യുന്നത്, പകുതി കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു. ഹീസ് നോട്ട് ഈവൻ ആസ്കിങ് ഹെൽപ്പ് ഫ്രം ദ ഹോസ്പിറ്റൽ. വലിയൊരു ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിലെടുത്ത് പോലും പുള്ളിക്കാരൻ ചോദിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തെടുത്ത് പകുതി തരാമെന്ന് പറയുന്നു. സോ ഇപ്പം നല്ല മനുഷ്യന്മാരെല്ലാവരും കൂടെ സഹായിക്കാൻ പറ്റും. ബാലാൻ പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് എല്ലാവരും സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് സാധ്യതയുള്ള ഒരു കാര്യമല്ല, അല്ലേ? നമുക്ക് തുടങ്ങി വെക്കാൻ പറ്റും, നല്ലതിനെ തുടങ്ങി വെക്കാൻ പറ്റും, അത് പൂർത്തിയാവുന്നവരെ കൂടെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴും നല്ല മനസ്സുള്ള ആളുകളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഹോസ്പിറ്റൽസ്, ഇപ്പോൾ ഐ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഇപ്പോൾ ഐ എം കൊളാബറേറ്റിംഗ് വിത്ത് ഒരു ചൈതന്യ ഐ ഹോസ്പിറ്റൽ പാലാരിവട്ടം തന്നെ ഉണ്ട്. അവരുടെ ശമ്പളം ഒന്നും മേടിക്കുന്നില്ല, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാം, എനിക്ക് 2 കൈയുണ്ട് 2 കാലുണ്ട്, നല്ല ശക്തിയുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് എന്നാൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യും. ആ നല്ല മനുഷ്യരൊക്കെ ഇപ്പോൾ വന്ന് സഹായിക്കുന്നുണ്ട്. ഈ കമൻ്റ് അടിക്കുന്ന ആളുകൾക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പോക്കറ്റ് തുറക്കാൻ അറിയത്തില്ല. ഇപ്പം നമ്മളെ പോലെ ആളുകൾ, ചെയ്യുന്ന ആളുകൾ, ചെയ്യാത്ത ആളുകളെ കുറിച്ച് ഞങ്ങൾ കമൻ്റ് അടിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിക്കുക. നല്ലത് ചെയ്യുന്ന ആളുകൾ ചെയ്യാതിരിക്കുന്ന ആളുകളെ കുറിച്ച് കമൻ്റ് അടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഒന്നും ചെയ്യാത്ത ആളുകൾ, നന്മ ചെയ്യുന്ന ആളുകളെ കുറിച്ച് മാത്രം കുത്തി എന്തിനാ കമൻ്റ് അടിക്കുന്നത്? മണ്ടത്തനല്ലേ? മണ്ടത്തനം മാത്രമല്ല, ഇത് ഒരു ക്രൂയാലിറ്റി, ഇതിലൊരു സൈക്കോത്തനം ഉണ്ട്. നിർത്തുക, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ നോക്കിക്കോളാം. നിർത്ത്, സ്റ്റോപ്പ് ചെയ്യ്. ഈ സാറ്റനിക് ബിഹേവിയർ നിർത്തണം. ആളുകൾ രക്ഷപ്പെട്ടു പോട്ടെ, അവരവർക്കൊരു വേദന ഉണ്ട്, ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ട്, അവർ മുമ്പോട്ട് പോട്ടെ.
ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്ന പ്രവണതയാണ് അല്ലേ? നമ്മൾ നന്മ ചെയ്യുന്നതല്ല, ഏത് ഒരു കാര്യം എടുത്താലും ഒരു പെൺകുട്ടി റീൽ ചെയ്താൽ, പെൺകുട്ടി നല്ല ആൺകുട്ടികളാണെങ്കിൽ റീൽ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ, ഇപ്പം റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ വയനാട്ടിൽ അത്രയും പ്രശ്നങ്ങൾ നടന്നു, അവിടെ അവരെ സഹായിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും പറയുന്നത്, അതായത് സാധാരണക്കാർക്ക് ചിലപ്പോൾ അവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കമൻറ്റിലൂടെ പറയുക എന്നുള്ളതുള്ളൂ. അപ്പോൾ അവിടെ പോലും ഈ മുലപ്പാലൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ദമ്പതികൾ കടന്നു വരുമ്പോഴത്തേക്കിന് അവിടെ വന്ന് മോശം കമൻറ്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരെയൊക്കെ ഇപ്പം കുറച്ച് പേര് കൈകാര്യം ചെയ്തെന്നൊക്കെയുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടു. അപ്പം ഇതിനോടൊക്കെ ചേട്ടൻ എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത്? വയനാട്ടില് വേണ്ടി ഇപ്പോൾ ആക്ടർ ബാല എന്ത് ചെയ്തു, ഞാൻ ചെയ്യുന്നത് ഞാൻ പുറത്തു പറയില്ല, പ്രത്യേകിച്ചത് ഹൗ ഐ എം വർക്കിംഗ് മനസ്സിലാക്കണം. വയനാടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം, എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം, എല്ലാ നടന്മാർക്കും അറിയാം, എല്ലാ ഒഫീഷ്യൽസിനും അറിയാം, എല്ലാവരും ഇറങ്ങി. നമ്മുടെ പ്രിയപ്പെട്ട ലാൽ സാറൊക്കെ എന്തുമാത്രം ഇറങ്ങി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. അത് അറിയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ബോധ്യപ്പെടുത്തുന്ന കാര്യം ആരും അറിയാതെ കരച്ചിലാണ്, ആർക്കും ഈ ലോകം പുറലോകവും അറിയാതെ വേദന കൊണ്ട് വരുന്ന കരച്ചിലാണ് ഞാൻ അറിയിക്കുന്നത്, തുറന്നു പറയുന്നത്. വാ, ഇങ്ങനെ ഒരു കുടുംബമുണ്ട്, ഇത് കഷ്ടപ്പെടുന്നുണ്ട്, ഇവർക്ക് കണ്ണ് കാണുന്നില്ല, ഇവർ ക്യാൻസർ, ഇങ്ങനെ ഈ കുട്ടി നന്നായി പഠിക്കുന്നുണ്ട് പക്ഷേ ഡോക്ടർ സീറ്റ് കിട്ടുന്നില്ല, വാ നമ്മൾക്ക് അവളെ ഡോക്ടർ പഠിக்க വയ്ക്കാം. ഒരു ഡോക്ടർ വന്നാൽ എത്ര പേർക്ക് നന്മ വരും? ഇതൊക്കെയാണ് പുറത്ത് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങളാണ് ഞാൻ പുറത്ത് കൊണ്ടുവരുന്നത്. വയനാട്ടിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും. ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ ഇത്രയും വലിയ ഒരു നേച്ചറിന് പറയുന്നത് ഒട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്രത്തോളം നമ്മൾ പറഞ്ഞിരുന്നു മുല്ലപ്പെരിയാർ പൊട്ടിപ്പോകും, അതുകൊണ്ട് ഭയങ്കര മുല്ലപ്പെരിയാറൊന്നും പൊട്ടിയില്ല, പക്ഷെ നേച്ചർ എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യുന്നു നമുക്കറിയില്ല. എത്ര വലിയ ഒരു ലോസാണ് സംഭവിച്ചിരിക്കുന്നത്. ശരി, ഇതിലേருந்து വീണ്ടും വരുമ്പോൾ ഇനി എത്ര ഹെൽത്ത് ഇഷ്യൂസ് വരും, എത്ര പേഷ്യൻസാണ് ഇനി ഇവരെ ട്രീറ്റ് ചെയ്ത് ഇവർ നോർമൽ ലൈഫിൽ വരാനേ ഒരു 2-3 കൊല്ലം എടുക്കും. ചിലപ്പോൾ നോർമൽ ലൈഫിലേ അവർ വരില്ല, ജീവിതം മുഴുവൻ അവരെ നോക്കേണ്ടി വരും. കൈകാൽ പോയാൽ എന്ത് ചെയ്യും? പണിക്ക് പോകാൻ പറ്റില്ല. ജീവിതം മുഴുവൻ കിടപ്പിലാവാൻ ഒരു അറ്റ്ലീസ്റ്റ് 20% എങ്കിലും ആളുകൾ അങ്ങനെ ആവും. നീ ലൈഫ് ലോങ് നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത്, എല്ലാവരും കൂടെ ഇനി ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നു, കേരളത്തിലൊരു പ്രശ്നം വന്നു, എല്ലാവരും ഒരു മനസ്സോട് സഹായിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും സഹായിക്കുന്നുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസൊക്കെ ഓഫാവും, അടുത്ത് വേറെ വൈറൽ ന്യൂസൊക്കെ വരും, അപ്പം നമ്മളിത് മറക്കും. അങ്ങനെയല്ല ജീവിതം. ഈ പ്രശ്നം കൊണ്ട്, ഈ നാച്ചുറൽ ഡിസാസ്റ്റർ കൊണ്ട് ജീവിതം മുഴുവൻ കഷ്ടപ്പെടാൻ പോകുന്ന വ്യക്തികളുണ്ട്, അവരെ മറക്കരുത്. അതാണ് ഞാൻ ചെയ്യേണ്ട കടമ എനിക്ക് തോന്നുന്നു. ഞാൻ കൂടെ ഉണ്ടാവും, 100% ഞാൻ ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഇപ്പം ചോദിച്ചെന്ന് വെച്ചാൽ, ഇതിനിടയിൽ പോലും ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് പോലും ഇതിനിടയ്ക്ക് വന്ന് കമന്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ. അപ്പൊ അവരെ പറ്റി എന്താണ് ചേട്ടൻ പറയാനുള്ളത്, അല്ലെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ഡിസാസ്റ്റർ കറക്റ്റാ சொல்றேன், செருப்படுத்தடிக்கணும், വേറെ ഒന്നും பண்ணട്ടെ, செருப்படுத்தடிച്ച് നീ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞങ്ങളെ പോലെ നല്ല മനസ്സുള്ള ആളുകളുണ്ട്. இந்த ജീപ്പ് വെച്ചിട്ട് നമ്മളൊക്കെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡും കൺസെപ്റ്റും മാറിപ്പോയിരുന്നു. ഞാനേ ചിന്തിച്ചിട്ടുണ്ട്, പണ്ടൊക്കെ ഈ ജീപ്പ് പോലീസ് എല്ലാം പിടിക്കും, ഈ റീമോഡൽ ചെയ്ത ജീപ്പ്, അന്ത ജീപ്പ് ഇന്ത ജീപ്പെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ വണ്ടി പ്രാന്തന്മാരാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം, ഇപ്പോൾ ജീപ്പാണ് ആവശ്യം. ആ വെള്ളത്തിൽ പോകാൻ ഇപ്പോൾ എനിക്കിരിക്കുന്ന ലെക്സസോ ജാഗ്വാറോ പോകത്തില്ല, ജീപ്പാണ് ആവശ്യം. അവന്മാരെല്ലാവരും ഇറങ്ങി. ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും കൈ കൊണ്ട് എല്ലാവരും ഇറങ്ങി. ഇപ്പം അവരോടുള്ള അന്ത ആറ്റിറ്റ്യൂഡ് മാറി ഇല്ലേ? പണ്ട് ഇവന്മാരെ എന്ത് തോന്നിയ വശം കാണിക്കുന്നു, ഇതെല്ലാം റീമോഡൽ ചെയ്തിട്ട് റോട്ടിൽ വന്ന് ശല്യം ചെയ്യുന്നു, ഷോ കാണിക്കുന്നു. ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അവരുടെ നല്ല മനസ്സ് പുറത്തു വന്നല്ലേ. ചില പേരെ തിരുത്തവേ മുടിയാതെ, എത്ര നന്മ ചെയ്യും, കമൻറ്റ് മാത്രമേ. അവരുടെ ലൈഫ് പേഴ്സണലായി പോയി നോക്കിയാൽ അവൻ്റെ ലൈഫ് അവനക്കേ ഗുണമുണ്ടാവില്ല, വീട്ടിലുള്ളവർക്കും ദോഷമായിരിക്കും, നാട്ടുക്കും ദോഷം. അവൻ ജനിച്ചതേ വേസ്റ്റ്. அந்த வேஸ்ட் எலிமெண்ட்ஸ் தான் இந்த மாதிரி கமெண்ட் அடிச்சிட்டு அவன் கையில் கிட்டியால் வெறுതെ വിടരുത്, ചെരുപ്പ് എടുത്ത് അടിക്കും. ഞാനാണെങ്കിൽ ചെയ്യും 100%. സ്നേഹം ഞാൻ പറഞ്ഞല്ലേ,
ഇദ്ദേഹം ഇത് ബിനോയാണ്. പറഞ്ഞു കിഡ്നിയുടെ. ഞാൻ കിഡ്നി പ്രോബ്ലം ആയ ആളാണ്. എൻ്റെ 2 കിഡ്നിയും ഫെയിലിയർ ആയിരുന്നു. ഒരു 1 ഇയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ, ഞാൻ 1 ഇയറായിട്ട് ഇപ്പോൾ ഡയറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഇയേഴ്സ് ആയിട്ട്. പിന്നെ അവരുടെ വൈഫാണ് എല്ലാ കാര്യത്തിലും ഭയങ്കര ഒരു സപ്പോർട്ട്. ഞങ്ങളൊരു 10 ഡേയ്സ് തോന്നുന്നു, 10 ഡേയ്സ് ആയിട്ട് ഇവരുമായിട്ടൊരു ചെറിയൊരു യാത്ര ഉണ്ട്. നല്ല മനുഷ്യന്മാരാണ്. സോ ഈ ഒരു സമയത്ത് അദ്ദേഹത്തോട് ഒരു നിർബന്ധനയായിട്ട് നന്ദി പറയണമെന്ന് ആഗ്രഹിച്ചു കേട്ടോ. പറഞ്ഞോ, ആരാധൻ്റെ ഒരു ജാക്ക് തരകൻ സർ അറിയില്ല, ഒരു 25,000 ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അറിയാത്ത ആളാണ്. വളരെയധികം താങ്ക്സ് ഉണ്ട്. അതുപോലെ ചെറുതായി സഹായിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ചെറുത് വലിയത് അങ്ങനെയൊന്നും സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇത് കേൾക്കണമെങ്കിൽ എനിക്ക് ആരാ എന്താണെന്ന് അറിയില്ല. അവർക്ക് പരിചയപ്പെട്ട് 100 രൂപ കൊടുത്താൽ പോലും പരിചയപ്പെട്ട് നേരിട്ട് കാണുവാണെങ്കിൽ അവർക്ക് കൈ കൊടുക്കണം, കട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ നല്ല മനസ്സ്, കാശ് കൊടുത്താലും നല്ല മനസ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഈ ഒരു സമയത്ത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇപ്പം ഈ ചാനലിൽ ഇപ്പം ഞാൻ ഇത് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് 1,00,000 പേർ കാണേണ്ട ആവശ്യമില്ല. 1,00,000 പേരും ഇത് കണ്ടിട്ട് എല്ലാവരും സഹായിക്കുന്നില്ല. നല്ല മനസ്സുള്ള ഒരു 10 പേർ കണ്ടാൽ മതി. ഇനിയും ഇവരുടെ ഓപ്പറേഷൻക്ക് അല്ലേ എന്തായാലും 15 ലക്ഷം രൂപ ആവും. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ സംസാരിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് രാജേഷ് ഡോക്ടർ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. സോ എന്നെ കൊണ്ട് ഒരു പകുതി വരെ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർ, സ്നേഹിക്കുന്നവർ, നല്ല മനസ്സുള്ളവർ ഡയറക്റ്റായിട്ട് ഇവർക്ക് ഹെൽപ്പ് ചെയ്യാം. ഡയറക്റ്റായിട്ട് അവരുടെ GPay നമ്പർ ഇതിൽ ഇടുമായിരിക്കും. ഓക്കെ. സോ ഇദ്ദേഹത്തിൻ്റെ പേര് പ്രഭ. ഒരു കുടുംബം കഷ്ടത്തിലാണ്. നോക്കി ചെയ്യുക, നല്ല മനസ്സുവരെ നോക്കി ചെയ്യുക കേട്ടോ. എന്തായാലും ജാങ്കോ സ്പേസിൽ ഭയങ്കര താങ്ക്സ്. സ്നേഹക്ക് ഭയങ്കര സ്നേഹ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലത് നടക്കും, നല്ലതേ നടക്കും. ചേട്ടാ, ഇപ്പം നമ്മൾ ഈ പ്രഭ ചേച്ചിയെ പോലുള്ള ഒരുപാട് ആൾക്കാരെ ചേട്ടൻ സഹായിക്കുന്നുണ്ട്. അപ്പം ശരിക്കും കഷ്ടമാണ് ഇവരുടെ കാര്യം. എനിക്കൊന്നും അധികം ഇത്രയും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിട്ട് പോലും ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ അധികം ആരും മുമ്പോട്ട് വരുന്നില്ല അല്ലേ? അതാണ് சொல்றேம்மா. ഒരുപാട് പേര് വേണ്ട, കുറച്ച് പേര് മതി. പക്ഷെ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യണം, നിർബന്ധത്തോടെ ആരും ചെയ്യണ്ട. ഇപ്പോൾ ഒരു 5ഓളം ലാംഗ്വേജുകളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ചേട്ടൻ. അപ്പോൾ ചേട്ടന് ഒരു ഫെയിമിൻ്റെയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനൊരു പ്രോഗ്രാമൊക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചേട്ടനെതിരെയും പറയാറുണ്ട്, മറ്റേ ബാല ഷോ കാണിക്കുന്നു, അല്ലെങ്കിൽ ഇതെന്തിനാണ് കാണിക്കുന്നത്, മറ്റുള്ളവരെ എന്തിനാണ് അറിയിക്കുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർക്കുള്ളൊരു മറുപടി എന്താണ്? വീട്ടിലിറങ്ങണ്ട കഷ്ടം. നിന്റെ വീട്ടിൽ കഷ്ടം വരുമ്പോൾ ഒരു നിവർത്തിയില്ല, നിനക്ക് ശരീരത്തിൽ വേദന വരുമ്പോൾ, കയ്യിൽ കാശില്ലാതിരിക്കുമ്പോൾ, മരുന്ന് മേടിക്കാൻ കാശില്ലാതിരിക്കുമ്പോൾ, നിൻ്റെ അച്ഛനോ അമ്മയോ വേദന ഇരുന്നിട്ട് നിനക്ക് ജോലി പോകുമ്പോൾ അപ്പം മനസ്സിലാവും. അപ്പം നീ ഉറക്കെ പറയും, ഈ ഭൂമിയോട്, ഈ ലോകത്തോട് ഉറക്കെ നിൻ്റെ സങ്കടങ്ങൾ തുറന്നു പറയും. എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തി. ദൈവത്തെ വിളിക്കാതെ ദൈവം ഉണ്ടാവില്ല. അപ്പോൾ അത് സ്വയം കഷ്ടം വന്നാലേ അവർക്ക് മനസ്സിലാവില്ല. അടുത്തവരുടെ സങ്കടമേ നമ്മുടെ സങ്കടമായിട്ട് കരുതി ചെയ്യുന്ന നന്മയാണിത്. എനിക്ക് പബ്ലിസിറ്റിலாம் அவசியமே இல்லை. இப்போ நான் வந்து ஒரு ஆப்ரேஷனுக்கு என்னை கொண்டு அந்த டைமில் இல்லை, எப்போவுமே 1 கோடி രൂപ ബാഗിൽ എടുത്തിട്ട് നടക്കാൻ പറ്റില്ല അല്ലേ? ലിക്വിഡ് ക്യാഷ് പെട്ടെന്ന് ആവശ്യമാണ്. എത്ര രോഗികളുണ്ട് ഈ ഭൂമിയിൽ, പിരിച്ചല്ലേ കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ 5 ലക്ഷം രൂപ ഇருக்கு, 3 പേഷ്യൻ്റ് വരാங்க. ഫസ്റ്റ് നമ്മൾ എന്ത് ചിന്തിക്കും? ഫസ്റ്റ് അഡ്മിഷൻ കിട്ടിയാൽ മതി, അതല്ലേ ചിന്തിക്കുള്ളൂ. ഇല്ല, ഒരു പേഷ്യൻ്റ് മാത്രം രക്ഷപ്പെടും, 2 പേർ ചത്തുപോന്ന് പറയുക. അങ്ങനെ ഒരു 3ാമത് പേഷ്യൻ്റ് ആവശ്യം വരുമ്പോഴാണ് വീഡിയോ ഇടുന്നത്. കൺസെപ്റ്റ് പറയുക. ഇതേപോലെ എത്രയോ കുട്ടികൾ നല്ല 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 മാർക്സ് എടുത്ത്, സൂപ്പർ മാർക്സ് എടുത്ത കുട്ടികൾക്ക് സീറ്റ് കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ഒരു വീഡിയോ, അതിൽ ഇൻഡയറക്റ്റായിട്ട് ഒരു ടെക്നിക്കും ഉണ്ട്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ കാണും. അപ്പോൾ അവരെന്നെ വിളിച്ച് ചോദിക്കും, ചേട്ടാ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പേര് പറയുമോ? പറയാം. സോ എന്നോட ഫേമ കൂടെ ഞാൻ വിറ്റിട്ട് ഐ എം സെല്ലിങ് മൈ സെൽഫ്. അത് ഞാൻ ചെയ്യുന്ന ത്യാഗം തന്നെയാണ്. എൻ്റെ സെലിബ്രിറ്റി സ്റ്റേറ്റസ് വിറ്റാലും ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, എന്താ കുഴപ്പം?
നല്ലതല്ലേ നടക്കുന്നത്? എൻ പേര് കൊണ്ട് ഒരു കുട്ടിക്ക് ജീവിതം മുഴുവൻ ഒരു ഫ്യൂച്ചർ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. അதையே நான் மறைச்சி வைக்கணும், யாருக்கும் இது அறியாம பாடல, ஏன் மறைச்சி வைக்கணும்? இந்த கை கொடுக்கறது, நல்லா கேட்டுக்கோ, இந்த கை கொடுக்கறது இந்த கை அறியாம பாடல ശരിക്കും ഉള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, இந்த கை கொடுக்கறது இந்த கை கணக்கு வைக்கக்கூடாது. அதுதான் அதோடைய மீனிங். ഏറ്റവും ஓல்டஸ்ட் லாங்குவேஜ் தமிழ். என் கிராண்ட்ஃபாதர் வந்து ஒரு மிகப்பெரிய தமிழ் போயட்டு. ഞങ്ങൾ അങ്ങനെ വന്നത്. நிறைய காரியங்களுக்கு அர்த்தங்கள் இன்டர்பிரேட்டேஷன் வேற மாதிரி இருக்கு. இப்போ நான் இவங்களுக்கு ஒரு காசு கொடுத்துருக்கேன், അടുത്ത കൊല്ലം വന്നിട്ട് ചോദിച്ചു നോക്ക്, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ 4 മാസത്തിൽ ഞാൻ മറന്നു പോകും. അതാണ് കണക്ക് വയ്ക്കാറില്ല. എത്രയോ പേര് മെസ്സേജ് അയക്കും, ചേട്ടാ പണ്ട് എനിക്ക് ഒരു 15,000 തന്നു, ചേട്ടാ പണ്ട് എനിക്ക് ഒരു 80,000 തന്നിട്ടുണ്ട്. அவன் யாருன்னு கூட எனக்கு ஓர்மையில்லை. அதுதான் அதோடைய அர்த்தம். இந்த கை கொடுக்கறது ഈ കൈക്ക് അറിയാൻ പാടില്ല, കണക്ക് വയ്ക്കരുത്. ഞാനേ ആഗ്രഹിച്ചാലും എനിക്ക് കണക്ക് വയ്ക്കാൻ പറ്റില്ല. പക്ഷെ ചെയ്യേണ്ട സഹായം എന്നെ കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്, 4 പേരും കൂടെ സഹായിക്കുന്നു, ചോദിക്കുന്നില്ല, ഒരു തെറ്റില്ല. സിനിമയിൽ അഭിനയിക്കണ പോയി ചാൻസ് കേൾപ്പല്ല, ചാൻസ് കേട്ടാൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വരും. ഇടയ്ക്ക് മമ്മൂട്ടി മോഹൻലാൽ വരെ ചാൻസ് ചോദിച്ചിട്ടല്ലേ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയത്? അത് തെറ്റാ? തെറ്റല്ല. ചാൻസ് ചോദിച്ചിട്ടല്ലേ അവർക്ക് കിട്ടിയത്. ടൊവിനോ തോമസ് ചാൻസ് ചോദിച്ചിട്ടല്ലേ കിട്ടിയത്. ഉണ്ണിമുകുന്ദൻ ചാൻസ് ചോദിച്ചിട്ടല്ലേ കിട്ടിയത്. അതെല്ലാം തെറ്റാ? അപ്പോൾ ഒരു പാവപ്പെട്ടവർക്ക് സഹായിക്കുന്ന ഒരു ചാൻസ് കൊടുക്കുന്ന ചോദിക്കുന്നില്ല, എന്താ തെറ്റ്? ഇറ്റ്സ് ഓൾ പെർസ്പെക്റ്റീവ്, ആറ്റിറ്റ്യൂഡ്. ചോദിക്കുന്നത് തെറ്റേ ഇല്ല, നല്ലവർ ചെയ്യട്ടെ. ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് പേരെ സഹായിക്കുന്നതും ചേട്ടൻ ലൈഫിൽ ഒരുപാട്, ഇപ്പൊ ചേട്ടന് മുമ്പ് പറഞ്ഞു നമുക്ക് നമ്മുടെ ഒരു കാര്യം ഇത് ടൊവിനോന്ന് പറഞ്ഞപ്പോഴാണ്, പണ്ട് കൊറോണ സമയത്ത് ഞാൻ ടൊവിയെ വിളിച്ചു, ചേട്ടാന്ന് പറഞ്ഞു, എടാ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യടാ, എന്നാ വേണം ചേട്ടാ. நிறைய ஆக்டர்ஸ் கேட்டோம், இது நான் எடுத்து പറയുന്നത് മറന്നുപോയി, ഞാൻ ഇതുവരെ വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല. എടാ നീയും കൂടെ വന്നാലേ നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റും. വരാൻ ചേട്ടാണ്, നീ ഒന്നും ചെയ്യണ്ടടാ, നീ കാശോ ഒന്നും, ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം, നീ ഒന്നും വേണ്ട, നീ വന്ന് നിന്നാൽ മതി. അങ്ങനെ ടൊവിനോ വന്നു, നവ്യ നായർ വന്നു, മമത മോഹൻദാസ് വന്നു. മമത മോഹൻദാസ് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. അദ്ദേഹത്തിന് അറിയാമല്ലോ, ഫിസിക്കലി അവരും ഒരു ചാലഞ്ച് ജീവിതത്തിൽ ശരിക്കും അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നിട്ടും ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി വിളിച്ചപ്പോൾ ഓടി വന്നു, ഞങ്ങളുടെ കൈ കൊണ്ട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അവർ വന്നു, ചെയ്തു, ആ പേഷ്യൻറ്റിക്ക് ഒരു കാശ് കൊടുത്തു. പിന്നെ അവരുടെ ലൈഫ് മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിഞ്ഞോടാ, ഓഡിയൻസ് അറിഞ്ഞോടാ, അത് മാറിയിട്ടുണ്ട്. 3 പേരുടെ ജീവിതം. ഇത് ഞാൻ ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നു നവ്യ നായർ വന്നപ്പോൾ 2 ഓട്ടിസം ചിൽഡ്രൻ, 2 ഓട്ടിസം ചിൽഡ്രൻ, അവർക്ക് നല്ലൊരു ഭാവി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അത് മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല, ഈ കമന്റ് അടിക്കുന്ന മണ്ടന്മാർക്ക് ദേഷ്യം വന്നുണ്ട്. നീ ഒന്നും பண்ண വേണം, വീട്ടിൽ ഉட்காந்து 3 വേള ഭക്ഷണം കഴിച്ചിട്ട് നീ തൂങ്ക്, ഞങ്ങൾ നല്ലത് ചെയ്തോട്ടെ. വയനാടിലും ഇതാ പറയുന്നത്, എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ അകപ്പെട്ടവർ, இந்த ഫ്ലഡിൽ അകപ്പെട്ടവർ, ഈ രക്ഷപ്പെടുത്താൻ പോകുന്നവർക്ക് എത്ര ബുദ്ധിമുട്ട് വരും, അവർക്ക് എത്ര ആക്സിഡൻസ് വരും. അതുകൊണ്ട് വെറുതെ കമന്റ് അടിക്കരുത്. ഇപ്പം ഈ 3 പേരുടെ ജീവിതം മാറി എന്ന് പറഞ്ഞില്ല, അതെങ്ങനെയാ മാറിയതെന്ന് ചേട്ടൻ ഉദ്ദേശിച്ചേ? ഒരു ചില പേർക്ക് ഹെൽത്ത് ആയിരിക്കും ആവശ്യം, ഒരു ചില പേർക്ക് അത്യാവശ്യം കാശായിരിക്കും. ഇപ്പോൾ ഹെൽത്തിന് പറഞ്ഞാൽ ചില അസുഖങ്ങൾ ചികിത്സിക്കാനുള്ള ഡോക്ടേഴ്സോ ആരെ പോയി കാണണം, ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അറിയത്തില്ല. സോ ഇപ്പോൾ ഇത് ഇൻ്റർവ്യൂ കാണുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് നമ്മൾ വിളിക്കും, ഇത് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓട്ടിസം ചിൽഡ്രൻ അവർ ലൈഫ് ലോങ് അങ്ങനെയായിരിക്കും, അവർക്ക് ചികിത്സിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് കാശാണ് പ്രധാനം. ജീവിച്ച് പോകുന്നവർ കാശായിരിക്കണം ആവശ്യം. പക്ഷെ ഓരോരുത്തർക്കും ഓരോരു നീഡ് എടുക്കണം. അത് പറയാൻ പോകാൻ കുറേ ഉണ്ട്. ചേട്ടൻ ഇങ്ങനെ സ്വന്തം ജീവിതത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ കുറച്ചുകൂടി ഒരു മനസ്സ് ഉള്ളത്? കാരണം ഇല്ല, ഓപ്പണായിട്ട് പറയാം, ഞാൻ നടനായ ശേഷമല്ല, ആദ്യം സഹായിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ നടനായത്. ആണോ? അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 14 വയസ്സ്. 17 റെഗുലറായിട്ട് ഇന്ന് വരെ.
മോർ ദാൻ 24 years ചെയ്യുന്നു. ചേട്ടൻ്റെ ഇപ്പം ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ ചേട്ടൻ കാണുമ്പോൾ ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫിലും ചേട്ടൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അത് പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിറയെ പറയാൻ പറ്റാതെ നിറയെ വേദനകൾ, കഷ്ടങ്ങൾ, ചേഞ്ച് ചെയ്യാൻ പറ്റാതെ പാസ്റ്റ്, സമ്മതിക്കാൻ പറ്റാതെ, ഒരിക്കലും മനസ്സിൽ രീതിയിൽ സമ്മതിക്കാൻ പറ്റാതെ അന്യായങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേറെ, എൻ ലൈഫ് വേറെ. என்னுடைய ஒரே பாலிசி, இப்போ வரும்போது എൻ്റെ സ്റ്റാഫ്സ് എല്ലാവരും നിങ്ങൾ കണ്ടു വീട്ടിൽ ആരെങ്കിലും ഒരുത്തർ മുഖത്തിൽ സങ്കടമോ ദുഃഖമോ ഉണ്ടോ? ഇല്ല. എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഇൻ്റർവ്യൂ വരുമ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അതാണ് சொல்கிறேன். എൻ്റെ മുഖത്തിൽ ചിരി ഇരുന്നാൽ എൻ്റെ കൂടെ ഇരിക്കുന്ന മുഖത്തിലും ചിരിയിരിക്കും. ഞാൻ രാവിലെ എഴുந்து ആടാറിവ് കെട്ട മുണ്ടമേ ഞാൻ രാവിലെ വന്നാൽ എല്ലാവരും ദിവസം മുഴുവൻ അപ്സെറ്റായി. സോ മേക്ക് ഷുവർ യു ആർ ഹാപ്പി. ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ രാജാവിനെ പോലെ ജീവിക്കുന്നുണ്ട്. ഒരു കോംപ്രമൈസ് ഇല്ല. நான் காம்ப்ரமைஸ் பண்ண மாட்டேன். ஐ வேல்யூ லைஃப். எனக்கு தெய்வம் தந்த ഈ ജീവിതത്തിൽ ഞാൻ അടിച്ചു പൊളിക്കും, സന്തോഷமா இருக்கும். ചേട്ടൻ ഇപ്പൊ ഹാപ്പിയാണോ? എപ്പോഴും ഹാപ്പി தான். എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ ഇപ്പം? കറന്റ്ലി ഒന്നുമില്ല. വിഷമങ്ങളെല്ലാം വരും, ഓർമ്മകൾ വരുമ്പോൾ വിഷമങ്ങൾ വരും. മകളെ കുറിച്ച് ഓർക്കുമ്പോൾ പേടി വരും. മകളുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ വേറെ ഒന്നും, അവരുടെ ഭാവിയെ കുറിച്ച്. പിന്നെ ഒരു കാര്യം, എല്ലാത്തിനും മേലും അതും പറഞ്ഞല്ലേ, നമ്മ ഒരു പ്ലാൻ പോട്ടിട്ട് ഒരു കാര്യമില്ല, ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, ശരി. ചേട്ടനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ചേട്ടന്? അഡ്വൈസ് പറയാനൊക്കെ ഭയങ്കരമായിട്ട് ഒരാളുകൾ ആണോ? ഈ കാണുന്ന പ്രേക്ഷകരോട് അവൻ പറ, ക്യാമറമാൻ ദേ ഉണക്കും தான் கேட்டு. இப்போ ஸ்னேகா குறித்து நான் சொல்கிறேன், கேட்டோ. ஸ்னேகாவுக்கு இரிட்டேட் ஆவா, நான் சும்மா தான் ஏதாவது திட்டிதாதானே, என்ன ஸ்னேகா இந்த மாதிரி பேண்ட்டை கிழிச்சிட்டு வந்து அப்படின்ட்டு. டு யூ திங்க் திஸ் இஸ் മലയാളം കൾച്ചർ? ഒരു പെണ്ണെന്ന് പറയുമ്പോൾ സെറ്റ് സാരി, അതും ഓണം വരാൻ പോകുന്നു, ഈ സമയത്ത് പാൻറ്റ് കീറിട്ടിങ് എന്നൊക്കെ ആക്ച്വലി അഡ്വൈസ് பண்ணால் உனக்கு எப்படி இருக்கும்? இல்லை, பிடிக்காது, இஷ்டப்படல. ஓன் லைஃப் உனக்கு தான் தெரியும், நான் யாரும் கிடையாது. அந்த மாதிரி அட்வைஸ் பண்ணுறதுக்கு உள்ள ஆளுகளுக்கு நான் ஒரு சூப்பர் சொல்கிறேன், சூப்பர் காரியம் அது. நம்மளோட സ്വന്തം ജീവിതം കുറിച്ച് நம்மளோட ലൈഫുடைய ഒരു കാര്യവും അറിയാണ്ട്, ബന്ധങ്ങളെ കുറിച്ച് ഒന്നും അറിയാണ്ട് വന്ന് അഡ്വൈസ് ചെയ്യുന്നവർ ശരിക്കും അഡ്വൈസ് എങ്ങനെയെന്ന് വെച്ചാൽ, നല്ല കുടിച്ചിട്ട് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് കുടിക്കാതെ ഒരുത്തനുക്ക് അഡ്വൈസ് ചെയ്യുക. ആ പാവപ്പെട്ടവൻ, കുടിക്കാത്തവൻ, നിർബന്ധത്തിൻ്റെ പേരിൽ ആ മുഴുവൻ പേഷ്യൻസായിട്ട് വളരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്. இப்போ ഞാൻ കുടിച്ചില്ല, முன்பு இருக்கனால ஃபுல் ட்ரிங்க்ஸ் அடிச்சுட்டு இந்த ஜீவிதம் இருக்கு, இந்த சினிமா இருக்கே, മമ്മൂട്ടി മോഹൻലാൽ ഒക്കെ ചുമ്മാ അടിച്ചു വിടുறான். പക്ഷേ എനിക്കിതിന് നിർബന്ധമായിട്ട് കേറ്റേ പറ്റും, വേറെ വഴിയില്ല. ഇങ്ങനെ കൈകെട്ടി ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഇതാണ് അഡ്വൈസ്. അങ്ങനെ ഏറ്റവും കിട്ടിയ വലിയൊരു അഡ്വൈസ് ഞാൻ ബോർഡ് വയ്ക്ക പറയാം, ഇവിടെ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യാൻ പെർമിഷൻ ഉണ്ട്. പക്ഷേ 100 രൂപ കൊടുത്തിട്ട് അഡ്വൈസ് ചെയ്യും. ഇങ്ങോട്ട് വരണം. ഫസ്റ്റ് 100 രൂപ കൊടുത്താൽ 1 മിനിറ്റ് അഡ്വൈஸ் பண்ணலாம். 1000 ரூபா கொடுத்தா 10 to 15 மினிட்ஸ் வரை எனக்கு அட்வைஸ் பண்ணலாம். நான் கேட்பேன், நான் ஒரு மறுபடியும் பண்ண மாட்டேன், நான் தலையாட்டுவேன். பட் பேமெண்ட் வேணும். അങ്ങനെയാണ് ഒരു മാസം ஃப்ரீயெல்லாம் யாரும் அட்வைஸ் பண்ண வராங்க, காசு கொடுத்துட்டு அட்வைஸ் பண்ணு. இது ஒரு நல்ல பிஸ்னஸ். അപ്പോൾ ഒരു മാസം എത്ര രൂപ കിട്ടും ബാലചേട്ടൻ? അയ്യോ ഭയങ്കരമാ കിട്ടും. ഒരു ആവറേജ് എത്ര രൂപ? അങ്ങനെയാണ് പല കോടീശ്വരാവും അല്ലേ? അത്രത്തോളം ഇല്ല. ഞാൻ ബന്ധങ്ങൾ കുറിച്ചേ പറയാം, എനിക്കേ അറിയാം ബന്ധങ്ങൾ. இப்போ இந்த இன்டர்வியூ முடிச்சுட்டு போயிட்டு ஒரு 10 பேர்கிட்ட ஃபோன் பண்ணி ஒரு 10,000 கேள, இமீடியட் ஒரு 10,000 എത്ര പേര് കൊടുക്കുമെന്ന് വിചാരിച്ച്. ഇതേ എനിക്ക് ഒരു ചിന്ന ഒരു അഭിപ്രായം പറയും പോലെ വണ്ടി എടുത്തിട്ട് വരുവാ ആളുകൾ. അങ്ങനെയാണ് ഫ്രീ അഡ്വൈസ് കൊടുക്കാൻ. അത് എന്തിനാണ് അറിയാം, സൈക്കോളജിക്കലി என்னன்னா അവർക്ക് അഡ്വൈസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സെൽഫ് ഹീറോയിസം വരും, അവരെ കുറിച്ച് സ്വയം ഒരു പൊങ്കച്ചം വരും. അവനക്ക് ഇരിക്കും, അവൻ്റെ വീട്ടിൽ പോയി നോക്കണം, ബെഡ്റൂം കഥ തുറന്നു നോക്കിയാൽ ഭയങ്കര കരച്ചിലായിരിക്കും. അവനക്ക് ഇല്ലാതെ സങ്കടം ഉണ്ടാവില്ല, അടുത്ത മാസം EMI അടയ്ക്കാൻ കാശുണ്ടാവില്ല.
ഇവൻ പുറത്ത് വന്നാൽ മറ്റവർക്ക് അഡ്വൈസ് ചെയ്യും ജീവിതത്തിൽ എങ്ങനെ ചിലവ് ചെയ്യണം എന്താണ് എൻ്റെ ബാങ്ക് ബാങ്കിലെ എത്ര ചുമ്മാ അടിച്ചിടുക. സോ മേക്ക് യുവർ സെൽഫ് എല്ലാവർക്കും എല്ലാവരുடைய ബൗണ്ടറി ഒന്ന് ഫിക്സ് ചെയ്യും. അത് ഭയങ്കര ഒരു ആർട്ടാണ്. നിനക്ക് ഞാൻ തന്നിരിക്കുന്ന ബൗണ്ടറി ഇത്രയേ ഉള്ളൂ, ആ ബൗണ്ടറിയിൽ നിന്നില്ല, ഞാൻ എൻ്റെ ബൗണ്ടറിയിൽ. അതുതാ രണ്ടുപേർക്കും നല്ലത്. ചേട്ടൻ അങ്ങനെ ചേട്ടൻ്റെ ലൈഫിൽ എല്ലാവർക്കും എല്ലാവർക്കും അത് നല്ലത്. ആ ബൗണ്ടറി കയറി വരുവാണെങ്കിൽ എന്ത് ചെയ്യും ആരെങ്കിലും ഒക്കെ? അത് അത്രയും ആയിട്ടില്ല, അത്ര ആയിട്ടില്ല, ആരും വരാറില്ല. അല്ല അങ്ങനെ വരാർക്ക് நான் நல்லவன் தான், ரொம்ப நல்லவன். കുറച്ച് കെട്ടവന്നല്ലേ. അതായത് ഇപ്പൊ ഈ വണ്ടിയുടെ കാര്യം തന്നെ, മോഡിഫിക്കേഷനൊക്കെ ഉള്ള വണ്ടികളാണല്ലോ അവിടെ സഹായിച്ചത്. പക്ഷേ ഇവിടെ രണ്ട് റൂളായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ചില വണ്ടികൾ ഇപ്പം നമ്മൾ KSRTC ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലാണെങ്കിൽ പരസ്യം ചെയ്യാം, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. പക്ഷേ ഇതേ സാധനം തന്നെ പ്രൈവറ്റ് ആൾക്കാരുടെയും നമ്മുടെ സാധാരണക്കാരുടെയൊക്കെ അടുത്തേക്ക് വരുമ്പോഴത്തേനും ചെയ്യാൻ പാടില്ലെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെ പറ്റി ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താ? അത് ശരിയാണോ തെറ്റാണോ? அதெல்லாம் எனக்கு தெரியாதுமா. ஒரு கஷ்டம்னு வந்ததுன்னா, ஒரு பிரச்சனைன்னு வந்ததுன்னா எல்லாரும் ஒன்றிச்சு நிற்கிறோம் பற்றியா, அங்கே நியமம்லாம் ஒர்க் அவுட் ஆகுது. ஆஸ் பர் த இந்தியன்லாம் ஒர்க் அவுட் ஆகாது. എന്ത് നിയമം പൊട്ടിച്ചാലും ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ, വേദനയുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ നീ അത് ചെയ്യേ. എന്നാ ഇருக்கு നിയമം? എതുക്ക്? മനുഷ്യൻ എന്നാ വേണ്ടി, മനുഷ്യന് വേണ്ടിയേ ഉണ്ടാക്കിയത് നിയമം എന്ന് പറയുന്നത്. അത് മനുഷ്യനെ സഹായിക്കണമെങ്കിൽ പിന്നെ അത് വേണ്ട, അത് നോക്കണ്ട, നീ ദൈവത്തെ നോക്കിയാൽ മതി. അവിടെ ഇപ്പോൾ ഒരുപാട് നമ്മൾ അങ്ങനെ കണ്ടു. ഇപ്പോൾ ഇന്നലെ തന്നെ ലാലേട്ടൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അവിടെയും ലാലേട്ടൻ ആർമിയുടെ യൂണിഫോം ഒക്കെ ഇട്ടാണ് പോയത്. അത് അദ്ദേഹം പാർട്ടായിട്ടുള്ള 122 ഇൻഫൻട്രി ബറ്റാലിയൻ്റെ പാർട്ടായിട്ടാണ് അവിടെ പോയേക്കുന്നത്. പക്ഷേ ഈ സാധാരണക്കാർക്ക് എല്ലാവർക്കും അത് അറിയാമോന്ന് അറിയില്ല. അപ്പോൾ ഇവരിങ്ങനെ ആ ഒരു പോയ സാഹചര്യത്തെ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് കളിയാക്കുന്നതായിട്ടും കളിയാക്കിയിട്ടുണ്ട്, ട്രോൾ ചെയ്യുന്നതായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു. അല്ല അതായത് വെറുതെ പോയാൽ പോരെ, എന്തിനാ ആർമിയുടെ പോയി പബ്ലിസിറ്റി. அதை சொல்கிறேன், மண்டமார், ஒரு அறிவில்லாத மண்டமார். லாலேட்டன் யூனிஃபார்மில் போயதோடைய ரீசன் என்னன்னு வச்சால், என்ன சிறிய காரியமாக ஆர்ம்டு ஃபோர்ஸஸ் வந்து சாதாரண நாட்டுக்காருக்கு எത്ര കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു ആംഡ് ഫോഴ്സസ് ഇറങ്ങി സഹായിക്കുന്നത് പോലെ സാധാരണക്കാരനൊക്കെ ചെയ്യാൻ പറ്റില്ല. ദേ ആർ ഫുള്ളി എക്യൂപ്ഡ്. അവർ ഈ ഇത് എങ്ങനെ റെസ്ക്യൂ എങ്ങനെங்கிறது പഠിച്ചവരാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. ഓൾ ദേ നീഡ് ഇസ് എൻകറേജ്മെൻറ്റ്. ഇപ്പോൾ 3 ദിവസമായിട്ട് രാത്രി പകലുമായിട്ട് ഒരുത്തൻ അന്നമില്ലാണ്ട് ഒരു മിലിറ്ററി ഫോഴ്സ് അவ்வளோ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ அவனுக்கு என்ன எனர்ஜி இருக்கும் பாடியில்? சும்மா பிளேட்டில் வச்சு பஸ்ஸை சாட முடியுமா? பாடி ஃபுல்லாக மட்டு, மழை வெள்ளம், எந்த கண்டிஷனில் அதான் எனர்ஜி இருக்காது. இப்போ இந்த மாதிரி லாலேட்டன் போல் ஒரு ஆள் போய் ஆர்ம்டு ஃபோர்ஸஸுக்கு வந்து அங்கே போய் நின்னா அவனுக்கு ஒரு பூஸ்ட் கிடைக்கும். ஓகே உறங்கண்டா, இனி ஒரு ദിവസം கூட அவன் உறங்காத ஒரு ദിവസം கூட ஒர்க் ചെയ്താൽ. இப்போ കണ്ടല്ലേ എത്ര പേര് മണ്ണിൻ്റെ താഴെ 4 ദിവസം കഴിഞ്ഞ് ഒരുത്തൻ ജീവനോട് വരുന്നുണ്ട്. മണ്ണിൻ്റെ താഴെ തല മാത്രം മുഖം മാത്രം ഇങ്ങനെ ഇരിക്കുന്ന ഒരു പട്ടിക്കുട്ടി സേവ് ചെയ്തു. എല്ലാം ആംഡ് ഫോഴ്സസ് അല്ലേ. സാധാരണക്കാരനെ എടുത്തോ, നമ്മുടെ ലാലേട്ടനെ ഇറങ്ങി വന്ന്, നമ്മുടെ ലാലേട്ടനെ ഇറങ്ങി വന്ന് ഡൽഹിയിലേന്ന് വന്നില്ല കുറച്ച് പേര്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മഴ നിറഞ്ഞിട്ട് കുറച്ച് പേര് വന്നില്ല. നമ്മുടെ സ്വന്തം ലാലേട്ടൻ വന്നെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് എന്തോ ഒരു അത് അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്തതാണ്. കറക്റ്റാണ്. ഇപ്പം അവിടെ ഇങ്ങനെ നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഈ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത്. കാരണം ഓൾറെഡി അവിടെ പണ്ടൊരിക്കൽ ഓൾറെഡി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നതാണ്. ഇപ്പം വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനെക്കാട്ടും നല്ലതല്ലേ വരുന്നത് മുമ്പ് ഇനിയും വരാതിരിക്കാൻ നോക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രിക്കോഷൻസോ കാര്യങ്ങളോ ഇങ്ങനെ ഗവൺമെൻറ്റിൽ നിന്നൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ അത് ப்ரிப்பரேஷன் அகெயின்ஸ்ட் நேச்சுரல் டிசாஸ்டருங்கிறது ஒரு பருதி வரை தான் பற்று. அண்ட் அப்புறம் நேச்சருங்கிறதுக்கு பவர் வந்து கூடுதலாக. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. ഇല്ലേ, മുൻപേ വാർണിംഗ് കൊടുത്തിருக்காங்களே. പക്ഷെ നമ്മളാ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വാർണിംഗ് കൊടുത്തായിരുന്നു. ഇല്ല, അവിടെ ന്യൂസിലൊക്കെ കാണുന്നതൊന്നും അവരറിഞ്ഞിട്ടുകൂടിയില്ല. അതിൻ്റെ ഒരു ഏതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നു, ഏതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടെന്നുള്ളത് ഫസ്റ്റ് തീരുമാനിക്കണം.
സീരിയസ് ആയിട്ട് എടുക്കേണ്ടதுக்கு நம்ம ഹൈപ്പ് കൊടുക്കില്ല. ഏതാவது ആഡിയോ ഫംഗ്ഷനിൽ ഒരു നടി ദേഷ്യപ്പെട്ടാൽ ഭയങ്കര എല്ലാ ഡ്രസ്സ് എന്തെങ്കിലും വെച്ച് കമൻറ്റ് അടിച്ചാൽ அதுக்கு ഭയങ്കര ഹൈപ്പായിരിക്കും. മഴ വരപ്പോത് ഓടിപ്പോകണ്ടെന്ന് சொன்னால் அதுக்கு ഹൈപ്പ് இருக்காது. സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് എടുക്കണം. അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല ഗവൺമെൻറ്. സ്റ്റെപ്സ് ഹാവ് ടു ബി ഇനി ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നമ്മളും കൂടെ ഇരിക്കണം, ശ്രദ്ധിക്കണം. ഇപ്പോൾ യാദുവ പുയൽ തമിഴ്നാട്ടിൽ വന്നത് എത്ര പ്രാവശ്യം പറഞ്ഞു, പുയൽ വരുത് ആ വരട്ടെ പുയൽ തന്നെ അടിച്ചിട്ട് പേടിച്ചില്ല. അമ്മ ഇല്ലയാ ஒருத்தருக்கு டென்ஷன் இல்லை. പിറ്റേ ദിവസം രാവിലെ വന്ന വീടേ ഇല്ല, എല്ലാം പറന്ന് പോയിடுச்சு. നടക്കുവോ ഇല്ലയോന്നുള്ള ഒരു കാലാണ്. ഒരു കാൽ വരുത്, இங்கே வந்து ஒரு டிசாஸ்டர் ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. നടന്നില്ലെങ്കിൽ എല്ലാവരും കളിയാക്കും, ഏയ് ഉമ്മാരെന്ന് വരും. നടന്നാൽ പ്രശ്നമാണ്. അപ്പോൾ പ്രിക്കോഷൻ എടുക്കേണ്ടത് നമ്മൾ, അറിയിക്കേണ്ടത് അവരുടെ കടമ. അപ്പം ഇപ്പോൾ ഓൾറെഡി കുറേ പേര് സെലിബ്രിറ്റീസുകൾ ഉൾപ്പെടെ എല്ലാവരും വയനാട്ടിലേക്ക് ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ള വാർത്ത കേട്ടു. അപ്പം എല്ലാവരുടെയും ഒരു സംശയമാണ്, ബാലചേട്ടൻ എന്താണ് അവിടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തോ, അങ്ങോട്ട് സഹായിച്ചോ എന്നൊക്കെ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് അതിക്ക് ഞാൻ ഒരു കണക്ക് വയ്ക്കുന്നില്ല. ഡെഫിനറ്റ്ലി ഞാൻ അതിന് കണക്ക് വയ്ക്കുന്നില്ല. അതിൽ ഒരു കാശിനുള്ള കാര്യമില്ല. ഇപ്പം അത് ഞാൻ പറയാനും എനിക്ക് മനസ്സ് വരുന്നില്ല. தப்பாயிரும், வேண்டாம். நான் தான் சொல்லிட்டேனே ஒரு வாக்கு இப்படி இருக்குன்னா. எஸ், நான் வந்து சில பேர் என்ன களியாக்கி பறையும், வருத்தன்னொക്കെ പറയും. என்ன வருத்தன்னா என்ன அர்த்தம்? வெளியிலேருந்து வந்தேன், சரி அப்படியே வச்சுக்கோ. சில பேர் என்ன வந்து பாண்டினொക്കെ പറയും. பரவாயில்ல, குழப்பமில்லை. நீ என்ன പറഞ്ഞാലും என் സ്നേഹം ஒன்று தான். என்னுடைய സ്നേഹം என்னன்னு എനിക്കറിയാം. ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ, ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഈ ഭൂമിയിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നീ എത്ര എൻ്റെ മനസ്സ് സങ്കടപ്പെടുത്തിയാലും അങ്ങോട്ട് സ്നേഹമേ വരുള്ളൂ. ഇന്ന് ഞാൻ ഉറപ്പ് പറയാണ്, ഇപ്പോൾ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് ഒരുപാട് പേര് ജീവിതം തകർന്നു പോയിരിക്കുകയാണ്. ഇനി അവർ ജീവനോട് വന്നാലും ഫിസിക്കലായിട്ട്, ഫിസിക്കൽ കണ്ടീഷൻസ്, ഹെൽത്ത് കണ്ടീഷൻസിലും കുറേ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ ചില പേർ വർഷങ്ങൾ കിടക്കേണ്ടി വരും. ആഫ്റ്റർ എഫക്ട്സ് ലങ്സിലൊക്കെ മണ്ണ് കയറി കഴിഞ്ഞാൽ, ബോഡിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ പെർമനൻറ്റ് ഡാമേജസ് എത്രയോ ഉണ്ടാവും. മെഡിസിൻ ചിലവുണ്ടാവും. ഇതെല്ലാം സെറ്റിലായി കഴിഞ്ഞാൽ ചില പേർ, മീഡിയ ഉൾപ്പെടെ എല്ലാവരും വെച്ചിട്ടാണ് പറയാം, ഇതെല്ലാവരും മറക്കും, പക്ഷേ ഞാൻ മറക്കില്ല. എന്നെ പോലെ കുറച്ച് പേര് നിങ്ങളെ മറക്കില്ല. നിങ്ങൾ അവസാനം വരെ, എൻ്റെ അവസാനം വരെ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും. ഈ വരുത്തൻ, ഈ പാണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു. ആരും പറയുന്നത് ചേട്ടൻ കേൾക്കണ്ട, എല്ലാവരും മലയാളികളും. മൈ കമ്മിറ്റ്മെന്റ് ഈസ് ഓൺലി വിത്ത് ഗാഡ്, നോട്ട് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. എല്ലാവർക്കും അത് ഞാൻ ഇത് പറയുന്നത് ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഒരു ദിവസം ഞാൻ അന്തസ്തായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ, ചിരിച്ചുകൊണ്ട് ഞാൻ പോകുമ്പോൾ, മീശയെ മുറുകിട്ട് ചിരിച്ചിട്ട് ഞാൻ പോകുമ്പോൾ, എന്തുകൊണ്ട് ബാല ഇത് പറഞ്ഞത്? മൈ കമ്മിറ്റ്മെൻറ്റ് ഇസ് ഓൺലി വിത്ത് ഗാഡ്. മനുഷ്യന്മാരോട് ഇല്ലെന്ന് എന്തുകൊണ്ട് പറഞ്ഞത് അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടുത്തും എൻ്റെ മരണത്തിന് ശേഷം. ഇപ്പം ഇല്ല, കുറച്ച് നാൾ വെയിറ്റ് ചെയ്യണേ. അയ്യോ, അങ്ങനെ ഇങ്ങനൊന്നും പറയാതെ വളരെ ദീർഘായുസോട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ബാലചേട്ടാ. ഇത്ര നേരം ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇല്ല, എനിക്കും എന്താണെന്നറിയോ, ഇപ്പോൾ ജാങ്കോ സ്പേസിലെന്ത് സ്നേഹ വരും എന്ന് പറഞ്ഞപ്പോൾ വേറെ എന്തൊക്കെയോ ഞാൻ ചിന്തിച്ചു, ഈ സമയത്ത് ഇൻ്റർവ്യൂ കൊടുക്കണോ വേണ്ടേ? അത്രയും പേര് കഷ്ടപ്പെടുന്നേ. എന്നെ ഓപ്പണായിട്ട് പറയാം, ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ 4-ാം തീയതി അപ്പോയിൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് മനസ്സ് ശരിയില്ല അല്ലേ, വേണ്ട, ഒരു മൂഡിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, വേണ്ടാന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കി, ശരി ചേട്ടാ 10-ാം തീയതിക്ക് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു വി ഹാവ് ഡൺ എ ജസ്റ്റിസ്. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തരുത്. ഇത് കാണുന്നവർക്ക് ഒരു ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് എനർജി വരണം. അങ്ങനെ ആരെയും വിട്ടുകൊടുക്കില്ല നമ്മൾ. ഇത് ഒരു നല്ല ഒരു മെസ്സേജ് ജാങ്കോ സ്പേസ് ത്രൂ പറഞ്ഞു. സന്തോഷം. ഇനി ചേട്ടന്റെ പടങ്ങളൊക്കെ വരാൻ പോകുന്നു ഇങ്ങനെ അറിഞ്ഞു. ചേട്ടന്റെ ഒരു ഇതിലൊക്കെ അതെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ? എൻ്റെ ഇപ്പോൾ
ഡിസംബർ കഴിഞ്ഞാൽ ജനുവരിയിലേருந்து ശക്തമായിട്ട് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആകും. ചേട്ടന്റെ ഡയറക്ഷനിലാണോ അതോ ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്ത വലിയ പടങ്ങൾ ജനുവരിയിലേருந்து ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ബട്ട് വർക്ക് ഓൾറെഡി സ്റ്റാർട്ടഡ്. പ്രീ പ്രൊഡക്ഷൻ വർക്ക് എല്ലാം തുടങ്ങി. ഷൂട്ടിംഗ് ഓൺ ഷൂട്ടിംഗ് പോകുന്നത് ജനുവരിയിൽ. ഓക്കെ, അപ്പൊ എന്തായാലും ദീർഘായുസോടെ ഇരിക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ആരും പറയുന്നത് കേൾക്കാതെ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. ഞാൻ நல்லா இருக்கேன். நான் பயங்கர ஹாப்பியா இருக்கேன். അതെ, എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും ഹാപ്പിയാണ്. എല്ലാ തീരുമാനങ്ങളും കറക്റ്റാണ്. ദൈവത്തുடைய ബ്ലെസ്സിങ്ങിന് ദൈവത്തിൻ്റെ താഴെ ഞാൻ ജീവിക്കണമെന്നുള്ള അഹങ്കാരത്തോട് ഞാൻ അത് മതി. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.